നാവികശക്തിയിൽ പാകിസ്ഥാൻ സൈന്യം വളരെ ദുർബലമാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ പകുതി പോലും സൈനിക സന്നാഹമില്ല, യുദ്ധക്കോപ്പുകളില്ല, പടക്കോപ്പുകളില്ല, യുദ്ധോപകരണങ്ങളില്ല എന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലയ്ക്കുന്നത്. ഇതിനിടയിൽ ചൈനയുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകുമെന്ന സംശയം ഇന്ത്യ നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. ഇനിയിപ്പോൾ ആരായിരുന്നാൽ തന്നെ ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്നാണ് ഇന്ത്യൻ നാവികസേന നൽകിയ മുന്നറിയിപ്പ്. പാകിസ്ഥാന് തന്നെയാണ് ഈ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം തുടരുമ്പോഴായിരുന്നു കൃത്യമായൊരു സന്ദേശം നൽകിയത്. നമുക്കറിയാവുന്നതാണ്, ഹാമർ സ്ട്രൈക്ക് എന്ന പേരിൽ പാകിസ്ഥാൻ അവിടെ ഒരു സൈനിക അഭ്യാസം നടത്തുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ കരുതിയിരിക്കുകയും അതിശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യണമെന്ന് സേനാ മേധാവിയായ അസിം മുനീർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനുള്ള കൃത്യമായ മറുപടിയാണ് നാവികസേന നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ വെടിനിർത്തൽ കരാർ 7ാം ദിവസവും പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യവും നേരിടാൻ 3 സേനകളും സർവ്വസജ്ജമായി തന്നെ ഇരിക്കുകയാണ്. ഉടൻ തന്നെ തിരിച്ചടി, ശക്തമായ തിരിച്ചടി, ഈ ഒരു ആവശ്യമാണ് വലിയ തോതിൽ തന്നെ അലയടിക്കുന്നത്. അറബിക്കടലിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ വർഷവും നടക്കാറുള്ള വാർഷിക അഭ്യാസ പ്രകടനമാണെങ്കിൽ പോലും ഇത്തവണത്തേതിനുള്ള പ്രത്യേകത കൂടുന്നത് നാവികസേന പാകിസ്ഥാന് നൽകിയിരിക്കുന്ന വ്യക്തമായ സന്ദേശത്തിലൂടെയാണ്, അതിശക്തമായ മുന്നറിയിപ്പിലൂടെയാണ്. യുദ്ധക്കപ്പലുകളടക്കം നിരവധി സേനാവിന്യാസം അണിനിരത്തി തന്നെയാണ് ഈ അഭ്യാസം നടത്തിയിരിക്കുന്നത്. ഏതു നിമിഷവും അഭ്യാസ പ്രകടനത്തിൻ്റെ സ്വഭാവം മാറുമെന്ന സന്ദേശം ഇന്ത്യ നൽകുന്നുണ്ട്, അതും കൃത്യമായി. അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയാണ് നേരിട്ട് കണ്ട് വിലയിരുത്തിയത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ കരസേനയുടെ ഭാഗത്തു നിന്നായിരിക്കില്ല, പകരം ആദ്യ തിരിച്ചടി ഉണ്ടാകുന്നത് കടൽ മാർഗത്തിലൂടെ ആയിരിക്കുമെന്നാണ് നാവികസേന പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ തുറമുഖം കറാച്ചി പോർട്ടിലേക്ക് ഒരു അടി ഉണ്ടായാൽ, നാവികസേനയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ 80% വരുന്ന സാമ്പത്തിക അവസ്ഥയെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തറപറ്റിക്കാനായി സാധിക്കും. 60% പാകിസ്ഥാന്റെ ചരക്ക് നീക്കം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വാണിജ്യ തലസ്ഥാനമായൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കറാച്ചി തുറമുഖത്തിന് ഇതൊന്നും തന്നെ താങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 85 നോട്ടിക്കൽ മൈൽ അകലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ തൊട്ടപ്പുറത്തായി പാകിസ്ഥാൻ നാവികസേനയും സമാനമായ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം ഇന്നുവരെ നീണ്ടു നിൽക്കുകയാണ്. നിയന്ത്രണ രേഖയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം വർദ്ധിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത്. വ്യോമസേനയുടെ കാര്യം പറയുകയാണെങ്കിൽ മിഗും മിറാഷും റഫേലും അടക്കം സുഖോയ് അടക്കം ആകാശത്ത് കരുത്ത് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധമാനങ്ങളെ അണിനിരത്തി UP-യിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിനിടയിലാണ് LH രുദ്ര അടക്കം ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാനായി കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗത്തെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. മറ്റു പല ആവശ്യങ്ങൾക്കായി മുൻഗണന നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനുള്ള സകലമാന അനുമതിയും നൽകി കഴിഞ്ഞിരിക്കുന്നു. കവചിത വാഹനങ്ങളും ഡ്രോണുകളും ഒക്കെ തന്നെ തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് പിന്നെയും കളത്തിലിറക്കുന്നത്. ഇനിയൊരു അടിയുണ്ടായി കഴിഞ്ഞാൽ രുദ്രയുടെ താണ്ഡവം തന്നെയായിരിക്കും, സംഹാര താണ്ഡവം തന്നെയായിരിക്കും അതിർത്തിയിൽ പാകിസ്ഥാൻ കാണാൻ പോകുന്നത്. പാകിസ്ഥാനെ നേർക്കുനേറുള്ള അടി മാത്രമല്ല, അല്ലാതെ സാമ്പത്തികമായും വരിഞ്ഞു മുറുകാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണം തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണമായി എടുത്തു പറയുന്ന ഒരു വിഷയം. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഇത്രയധികം വേദനിച്ച, ഇത്രയധികം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഈ അടുത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഭീകരപ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളെ ആദ്യഘട്ടത്തിൽ തടയുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനെ ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റുക മാത്രമല്ല, സാമ്പത്തികമായി തകർത്ത് നാമാവശേഷമാക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന വായ്പയെ പൂർണ്ണമായും തുരങ്കം വയ്ക്കും. പാകിസ്ഥാനുള്ള വായ്പകളും പിന്തുണയും പുനഃപരിശോധിക്കാനായി എല്ലാവിധ ബഹുരാഷ്ട്ര ഏജൻസികളോടുമാണ് ഇന്ത്യ ആവശ്യപ്പെടാൻ പോകുന്നത്. ലോകബാങ്ക്, IMF, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള MDBകളെ നേരിട്ട് സമീപിച്ച് തന്നെയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും $7 ബില്യൺ പദ്ധതി പാകിസ്ഥാൻ നേടിയെടുത്തു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു $1.3 ബില്യൺ പുതിയ കാലാവസ്ഥാ പ്രതിരോധ വായ്പയും പാകിസ്ഥാൻ സ്വന്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന, വലിയ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇതിനിടയിൽ സഹായ ധനം നൽകാനുള്ള
ഒരു നീക്കം അന്താരാഷ്ട്ര നാണ്യനിധി അതായത് IMF നടത്തുന്നുണ്ട്. അതിനെ ശക്തമായി എതിർക്കാനാണ് നമുക്ക് മുന്നിൽ സാധിക്കുന്ന ഒരു വിഷയം. മെയ് 9 ചേരാനിരിക്കുന്ന IMFൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം ഇത് പരിഗണിക്കാനിരിക്കുന്നുവെന്നാണ് സൂചന കിട്ടുന്നത്. അതിൽ അതിശക്തമായ വിയോജിപ്പ് ഇന്ത്യ അറിയിക്കുകയും ചെയ്യും. ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്ന രാജ്യം ആ പണം തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല? ഇന്ത്യയിൽ അസ്വസ്ഥത പാകാനും ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ പണം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാന് നയാ പൈസ പോലും ഇനി കൊടുക്കരുതെന്ന് തന്നെയായിരിക്കും ഇന്ത്യ അതിശക്തമായി വാദിക്കുന്നത്. പാകിസ്ഥാൻ അനുവദിക്കുന്ന ഓരോ രൂപയും ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകമാറ്റുന്നുവെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത്. ഭീകരവാദത്തിന് പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നുള്ളത് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെ തടയാൻ വേണ്ടി ഏതറ്റം വരെയും ഇന്ത്യ പ്രവർത്തിക്കുമെന്നും രാജ്യാന്തര തലത്തിലുള്ള നിരീക്ഷക സംവിധാനമായിട്ടുള്ള സാമ്പത്തിക കർമ്മസമിതിയുടെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ വീണ്ടും ഉൾപ്പെടുത്താനുള്ളൊരു നീക്കം അതിശക്തമായി തന്നെ ഇന്ത്യ ചുക്കാൻ പിടിക്കുകയും ചെയ്യും. ജമ്മു കാശ്മീരിലേക്ക് അടക്കം പാകിസ്ഥാൻ്റെ ഈ പണം ഒഴുകിയെത്തുന്നത്, ഹവാല പണം ഒഴുകുന്നത് തടയാനുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. 40 രാജ്യങ്ങളാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ പാകിസ്ഥാൻ ആകട്ടെ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു നീക്കം നടത്തിയാൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കണം. അതിനുള്ള നീക്കവും മറുഭാഗത്തു നിന്നും നയതന്ത്ര തലത്തിലൂടെ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ മാസങ്ങളിലാണ് 3 തവണയായി പ്ലീനറി ചേരുക. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദത്തിനെത്തുന്ന ധനസ്രോതസ് തുടങ്ങി ഒരു രാജ്യം നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേ ലിസ്റ്റിൽ അതിനെ പെടുത്താൻ ആവശ്യമായിട്ടുള്ള നാമനിർദ്ദേശം നൽകേണ്ടത്. ഭീകരപ്രവർത്തനം അത് വളരെ എളുപ്പത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആരോപിക്കാനും അത് തെളിയിക്കാനുമായി സാധിക്കും. ഇതേ രീതിയിൽ തന്നെ ഏഷ്യ പസഫിക് ഗ്രൂപ്പ് ഓഫ് മണി ലോണ്ടറിങ്ങിൽ പാകിസ്ഥാനും അംഗത്വമുണ്ട്. ഈ 2 സമിതികളിലും ഇന്ത്യയും അംഗമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ശക്തമായി തന്നെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായതിനെ തുടർന്നായിരുന്നു 2022 ഗ്രേ പട്ടികയിൽ നിന്നും പാകിസ്ഥാനെ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കിയത്. എന്നാൽ ഇപ്പോൾ ആ ഭീകരർക്കൊക്കെ തന്നെ കുടപിടിക്കുന്ന പാകിസ്ഥാനെ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള ഭീകരർക്ക് പാലൂട്ടി വളർത്തുന്നതും അവരെ ജയിലിലടയ്ക്കുന്നുവെന്ന് പറയപ്പെടുന്നെങ്കിൽ പോലും അവർക്ക് വേണ്ട എല്ലാ സന്നാഹങ്ങളും ആഡംബര ജീവിതവും ഒരുക്കി കൊടുക്കുന്ന പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം അത് വലിച്ചു കീറാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഉറപ്പിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമിക റിപ്പോർട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 26 പേരുടെ ക്രൂര മരണത്തിനിടയായ ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയും പാകിസ്ഥാന്റെ തന്നെ ചാര സംഘടനയായ ISIയും പാകിസ്ഥാൻ സൈന്യവും ഉൾപ്പെട്ടിരിക്കുന്നു. അവരുടെ പങ്കാളിത്തം വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരവും ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സുരക്ഷാ ഏജൻസി ഇതേക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഈ ഭീകരരെയൊക്കെ തന്നെ നിയന്ത്രിച്ചത് മുതിർന്ന ഒരു ISI ഉദ്യോഗസ്ഥനാണ്. ആക്രമണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സൈനികൻ കൂടിയായിട്ടുള്ള ഹാഷിം മൂസ എന്ന സുലൈമാൻ അലി ഭായ് എന്ന തൽഹ ഭായ് എന്നിവർ പാകിസ്ഥാൻ പൗരന്മാർ തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള എതിർപ്പില്ല. ഈ 2 ഭീകരരും പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൈബയുടെ നേതൃത്വവുമായി എപ്പോഴും ആശയവിനിമയം നടത്തിയവരായിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള സമയം, ആയുധം, അതുപോലെ തന്നെ നടപ്പാക്കൽ എന്നിവയെക്കുറിച്ചൊക്കെ ഭീകര സംഘടനയിൽ നിന്നും കൃത്യമായ നിർദ്ദേശം കിട്ടി. ഭീകര സംഘടനയ്ക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തത് ISI ആയിരുന്നു. സൈന്യം അതിനെ ചുക്കാൻ പിടിച്ചു. ഈ വിവരങ്ങളൊക്കെ തന്നെ ഇന്ത്യ സംയുക്തമായി തന്നെ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്.